യുഎഇയിലെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കൾച്ചർ ആൻഡ് ഫെസ്റ്റിവൽ കമ്മിറ്റി തിരുവാതിര കളി മലയാളി മങ്ക മത്സരം ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. മത്സര ഉദ്ഘാടന കർമ്മം അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്ങര നിർവഹിച്ചു. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് പുരിയത്ത്, ഷജി ജോൺ, വൈസ് പ്രസിഡന്റ് ടി.കെ. പ്രദീപ്, ജനറൽ സെക്രട്ടറി ജിബി ബേബി, പി.കെ. റിജി എന്നിവർ ചടങ്ങിൽ സന്നിധരായി. തിരുവാതിര മത്സരത്തിൽ 9 ടീമുകൾ ആണ് പങ്കെടുത്തത്. സമ്മാനദാന ചടങ്ങിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഓണാഘോഷം ഒക്ടോബർ 19 ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്ന ഒരുമയുടെ ഓണാഘോഷത്തിലേക്ക് എല്ലാ പ്രവാസികളെയും അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്ങര സ്വാഗതം ചെയ്തു. ആദ്യമായിട്ട് ഇവിടെ ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ ഇവിടെ സന്നിധരായി. അതിനുമുമ്പ് തന്നെ എല്ലാ സമയങ്ങളും മണിക്ക് ഇത്ര ബുദ്ധിമുട്ടി വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു കൈകൾ. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കമൻറ്റ് നമ്മുടെ ജഡ്ജി പറഞ്ഞു. അത് ഡീറ്റെയിൽ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ഇനി വരുന്ന മത്സരങ്ങളൊക്കെ നിങ്ങൾ ഈ പറയുന്ന ഡീറ്റെയിലൊക്കെ ഉണ്ടായ ഈ മത്സരങ്ങൾ ഒന്നുകൂടി വാശിയാവും, ഒന്നുകൂടി മനോഹരമാവും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും ഓഗസ്റ്റ് 19 എന്ന് പറയുന്നൊരു ദിനം, ഒക്ടോബർ 19 എന്ന് പറയുന്ന ദിനം ഷാർജ ഇന്ത്യൻ അസോസിയേഷനെ കുറിച്ച് മാത്രമല്ല പ്രവാസി സമൂഹത്തിന് അഭിമാനകരമാവുന്ന ഒരു ദിനമാണ് അത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിലെ ഇന്നേവരെ ക്ലെയിം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഓണമാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ നടത്താൻ പോകുന്നത്. ഓണത്തിന് സന്ദേശമുണ്ട്. മാനവികത സന്തോഷം, മാനവികതയുടെ ഓണം, സന്തോഷത്തിൻ്റെ ഓണം, ഒത്തൊരുമയുടെ ഓണം, നന്മയുടെ ഓണം, നമ്മൾ ഒന്നാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഓണം. ആ ഓണമാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ നടത്താൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വരുമെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളെല്ലാവരും 9 മണി എന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ നിങ്ങൾ എത്തണം. 9 മണിക്ക് നിങ്ങൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഈ അതിഥിയായി അല്ല, നിങ്ങൾ നടത്തുന്നവരായി കൃത്യം 9 മണിക്ക് എക്സ്പോ സെന്ററിൽ ഒക്ടോബർ 19 നിങ്ങൾ എത്തണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ജനറൽ സെക്രട്ടറി സി പ്രകാശ് പുരിയത്ത്, ഷജി ജോൺ എന്നിവർ സംസാരിച്ചു. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. മത്സരങ്ങളില്ല. ഇത് ഒരു ഒരുമയുടെ ആഘോഷമാണ്. ഇന്ന് മത്സരമായിട്ടല്ല നമ്മൾ സംഘടിപ്പിക്കുന്നത് എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുക. എല്ലാവരെയും ഒരവസരത്തിലേക്ക് കൊണ്ടുവരിക. കൂട്ടായ്മയുടെ ഓണത്തിന് നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കുന്നു എന്നതിൻ്റെ ഭാഗമായി നിങ്ങളെല്ലാവരും, എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനറിയില്ല, അത് ജഡ്ജ് പറഞ്ഞു. പക്ഷെ ഞാൻ ഒറ്റ കാര്യം മാത്രമേ പറയുന്നത്, നിങ്ങൾ ഈ മത്സരത്തിൽ അല്ലെങ്കിൽ ഈ വേദിയിലേക്ക് വരാൻ തയ്യാറായതിൽ ഇന്ത്യൻ അസോസിയേഷന് വേണ്ടി ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്നാണ് ഓണം ആഘോഷിക്കേണ്ടത്. തോറ്റവരും വിജയിച്ചവരും എല്ലാവരും ചേർന്നതാണ് പരാജിതരുടെ ഓണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ആരെങ്കിലും ഒരാൾ ജയിക്കും, മറ്റൊരാൾ തോൽക്കും, പക്ഷേ നിങ്ങളെല്ലാവരും ചേർന്നതാണ് നമ്മുടെ ഓണം എന്ന് മാത്രം അറിയിക്കുന്നു. മറ്റൊന്നുമില്ല. എല്ലാവരും ഓണാഘോഷത്തിൽ പങ്കാളികളാവണം എന്നും പറയണം. എല്ലാവരും ഇങ്ങനെ ഈ പ്രവാസ ജീവിതം ഒരു ടെൻഷനാണ്. ആ ടെൻഷൻ്റെ ഇടയിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളായത്. അതിനിടയിൽ വന്ന് ടെൻഷൻ അടിക്കാൻ നോക്കിയാൽ നമ്മളെങ്ങും എത്തത്തില്ല. സ്പോർട്സ് ഹോസ്പിറ്റലിൽ എടുക്കുക. എല്ലാവർക്കും നല്ലൊരു സഹായം നേർന്നുകൊണ്ട് ഞാൻ വാക്കുന്നുണ്ട്. മലയാളി മങ്ക മത്സരത്തിലെ 1ാം സമ്മാനം നാമി കുഞ്ഞിരാമൻ, 2ാം സമ്മാനം രഞ്ജിനി രഞ്ജിത്ത്, 3ാം സമ്മാനം പ്രീതി ജനാർദ്ദൻ നായർ കരസ്ഥമാക്കി. 9 ടീമുകൾ പങ്കെടുത്ത തിരുവാതിര കളി മത്സരത്തിൽ ശ്രീപദം 1ാം സമ്മാനവും പ്രതീക്ഷ 2ാം സമ്മാനവും അനന്തപുരി പ്രവാസി കൂട്ടായ്മ ഷാർജ 3ാം സമ്മാനവും കരസ്ഥമാക്കി.
തിരുവാതിരക്കളിയിൽ ഒന്നാം സമ്മാനം നേടിയ മത്സരാർത്ഥികൾ കല, ദിവ്യ, പല്ലവി, ഐശ്വര്യ, അനീഷ, ധന്യ, ശിവ, അശ്വതി. ഞങ്ങൾ IAS പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. 3 വർഷം ഞങ്ങൾക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇത്തവണയും ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസാണ്. അപ്പോൾ ഞങ്ങളുടെ ടീമിൽ എല്ലാവരും ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. 2 പേര് മാത്രമേ ഉള്ളൂ തൃശ്ശൂർ, ആലപ്പുഴ. ബാക്കി എല്ലാവരും തിരുവനന്തപുരം. ബാക്കി എല്ലാവരും കണ്ണൂരിൽ നിന്നാണ്. വളരെ 10 പേരാണ് ഞങ്ങൾ ശരിക്കും ഉള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരാൾക്ക് വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ 8 പേര് കളിക്കേണ്ടി വന്നു. അതിലൊരാൾ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ആൾക്ക് മാറി നിൽക്കേണ്ടി വന്നു. ഞങ്ങൾ കളിക്കാത്ത ആൾ ടീം ലീഡറാണ്. പിന്നെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ പ്രൈസ് ഞങ്ങളെ മൂത്ത ചേച്ചിക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ചേച്ചിയുടെ പേര് ധന്യ. ചേച്ചിയാണ് ടീം ലീഡർ. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. തുടർച്ചയായും 3-ാം വർഷവും വിധികർത്താവായ ക്ലാസിക്കൽ ഡാൻസറും കലാതിലകവുമായ സുധീർ റാം തിരുവാതിരക്കളിയുടെ മാനദണ്ഡങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഹായ്, നമസ്കാരം. ഞാൻ ഇന്ത്യൻ അസോസിയേഷൻ തുടർച്ചയായിട്ട് 3 വർഷമായി ഇവിടെ വിധികർത്താവായിട്ട് വരുന്നു. ഇന്ന് തിരുവാതിരയും മലയാളി മങ്കയാണ് ഇരുന്നത്. തിരുവാതിര ഇന്ന് 9 തിരുവാതിരയായിരുന്നു ഉണ്ടായിരുന്നുണ്ടത്. അതിൽ എല്ലാവരും വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തു. പക്ഷേ ഒരുപാട് ക്രൈറ്റീരിയ, തിരുവാതിരയുടെ മാനദണ്ഡങ്ങൾ മാറിയിട്ട് കുറേ പേര് ചെയ്തിട്ടുണ്ട്. എന്താണ് തിരുവാതിര എന്നുള്ളത് ആദ്യം നമ്മൾ പണ്ട് കാലത്ത് സ്ത്രീകൾ തുടിച്ച് കുളിച്ച് കച്ചകെട്ടി തച്ചുടുത്ത് ദശപുഷ്പം വെച്ച് മുറുക്കി ചൊവച്ച് ആടിത്തിമിർക്കുന്നതാണ് തിരുവാതിര. പക്ഷേ അത് നമ്മൾ മത്സരവേദിയിൽ വരുമ്പോൾ അതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. വേഷവിധാനത്തിൽ വ്യത്യാസം വന്നു. അപ്പോൾ നമ്മൾ ആദ്യം കുരവയിട്ട് വിളക്ക് വെച്ച് നർത്തകിമാർ കൈ പിടിച്ച് വട്ടം വെച്ച് കുരവയിട്ട് ഗണപതിയെ സ്തുതിച്ച് സരസ്വതിയെ സ്തുതിച്ച് പദത്തിൻ്റെ പല്ലവി, അനുപല്ലവി, കുറത്തിയോ അല്ലെങ്കിൽ വഞ്ചിയോ ആവാം. അത് കഴിഞ്ഞ് കുമ്മി, 8 കുമ്മി വേണം. അത് കുമ്മി എന്ന് പറയുമ്പോൾ ഇരുന്ന് തന്നെ ചെയ്യണം, ഇരുന്ന് ചാടി ചെയ്യണം കുമ്മി. പിന്നെ മംഗളം. ഇതാണ് ഒരു തിരുവാതിരയുടെ മാനദണ്ഡം എന്ന് പറയുന്നത്. വേഷവിധാനത്തിൽ വരുവാണെങ്കിൽ ഇന്ന് തിരുവാതിര ചെയ്ത പല ആളുകളും ഹെയർ സ്റ്റൈലിൽ 8 കെട്ടി ദശപുഷ്പം വെക്കാൻ നമുക്കിപ്പോൾ പറ്റാത്തതുകൊണ്ട് ദശപുഷ്പത്തിൻ്റെ അലങ്കാരമായ തുളസിയും മുല്ലപ്പൂവുമാണ് നമ്മൾ വെക്കുന്നത്. പക്ഷെ അതൊക്കെ വെക്കുന്നതിന് ഒരു അളവുണ്ട്. ഒരുപാട് തുളസിയും കറുകൊക്കെ വെക്കുമ്പോൾ അതൊരു ഫോക്ക് ഡാൻസ് രൂപത്തിലേക്കാണ് പോവുക. അതുപോലെ തിരുവാതിര എന്ന് പറയുമ്പോൾ അതൊരു ഗ്രൂപ്പ് പ്രസൻറ്റേഷനാണ്. അപ്പോൾ എല്ലാവരും പാടുക. ഇന്നിവിടെ കണ്ടതിൽ കുറച്ച് പേര് പാടി, കുറച്ച് പേര് ചുണ്ട് അനക്കാതെ നിന്നു. പക്ഷെ അത് ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ എല്ലാവരും നന്നായി പാടി കളിക്കണം. പിന്നെ വേഷവിധാനത്തിലും അതുപോലെ കുറേ മാനദണ്ഡങ്ങളുണ്ട്. എല്ലാം ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എന്തായാലും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ നേരുന്നു. താങ്ക് യു സോ മച്ച്.